മലപ്പുറത്തെ കോളേജുകളിലും സ്കൂളുകളിലും MSF, KSU തുടങ്ങിയ സംഘടനകൾക്ക് വലിയ മാന്യതയും സ്വീകാര്യതയുമുണ്ട്. എന്നാൽ അധ്യാപകർക്കിടയിൽ ഇപ്പോഴും KSTA, AKPCTA തുടങ്ങിയ ഇടതുപക്ഷ സംഘടനകൾക്ക് അല്പസ്വല്പം പ്രാതിനിധ്യമൊക്കെയുണ്ട്. പല അധ്യാപകരും ലിബറൽ ആശയങ്ങൾ കുട്ടികളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുകയും പൊങ്ങച്ചവും ധാരാളിത്തവും നിറഞ്ഞ ഒരു സംസ്കാരം സസ്റ്റൈനബിൾ അല്ല എന്ന് കുട്ടികളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ അത്തരം അധ്യാപകരെ കമ്മ്യൂണിസ്റ്റ് ചാരന്മാരായി മലപ്പുറത്ത് കണക്കാക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് സാധാരണമാണ്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകൾക്കാണ് മലപ്പുറത്ത് കൂടുതൽ മാർക്കറ്റ്. വലതുപക്ഷ അധ്യാപകർ മാന്യന്മാരായും ഇടതുപക്ഷ അധ്യാപകർ അപകടകാരികളായും മലപ്പുറക്കാർ ചിന്തിക്കുന്നു. അതുകൊണ്ട് ലിബറൽ ആശയങ്ങൾ മലപ്പുറത്ത് പ്രചരിപ്പിക്കുവാൻ പ്രയാസമുണ്ട്. കോളേജുകളിലെയും സ്കൂളുകളിലെയും പ്രിൻസിപ്പൽമാരും മാനേജർമാരും വലതുപക്ഷ അധ്യാപക സംഘടനാ നേതാക്കളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ചുമതലകൾ വലതുപക്ഷ അധ്യാപകർക്ക് മാത്രമേ നൽകാറുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ അധ്യാപക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലുള്ള അധ്യാപകർക്ക് രണ്ടാം നിര പൗരന്മാരായി അടങ്ങിയൊതുങ്ങി ജീവിക്കേണ്ടി വരുന്നു. വായി തുറന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മലപ്പുറത്ത് ലിബറൽ ആശയങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും എഴുത്തുകാരും കവികളും നക്സലേറ്റുകളും തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരും ലിബറൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരും ഇത്തരത്തിലുള്ള എല്ലാ താടിക്കാരും മലപ്പുറക്കാർക്ക് ശത്രുക്കളായി മാറിയിട്ടുണ്ട്. കൊക്കക്കോള എൻജോയ് എന്ന് പറയുമ്പോൾ കൈയടിക്കാൻ മലപ്പുറത്ത് ഇഷ്ടംപോലെ ആളുകളെ കിട്ടുന്നുണ്ട്. എന്നാൽ പ്ലെയിൻ ലിവിംഗ് ആൻഡ് ഹൈ തിങ്കിങ് പോലെയുള്ള യൂറോപ്യൻ ആശയങ്ങൾ മലപ്പുറത്ത് വേരുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിജീവികളെ ആട്ടിയോടിക്കുവാൻ മലപ്പുറക്കാർക്ക് വലിയ താല്പര്യമുണ്ട്. എന്താണ് ലിബറൽ ചിന്താഗതി എന്ന് ചോദിച്ചാൽ പല മലപ്പുറക്കാർക്കും അറിയുകയില്ല. എന്നാൽ നിങ്ങൾ ലിബറലായി സംസാരിക്കുമ്പോൾ മലപ്പുറക്കാർ പെട്ടെന്ന് നിങ്ങളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തിരിച്ചറിയുകയും മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ മലപ്പുറക്കാർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരവും മുതലാളിത്തത്തിന് അനുകൂലമായ ഒരു ചിന്താരീതിയുമുണ്ട്. ഈ അഭിപ്രായഗതി മാറ്റിയെടുക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാർക്കോ ലിബറൽ ചിന്താഗതിക്കാർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്യുന്ന സയൻസ് അധ്യാപകർ ഭയപ്പാടോടുകൂടി പമ്മിയാണ് സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും. സ്കൂളുകളിലെ സയൻസ് പുസ്തകങ്ങളിൽ ഇപ്പോഴും മനുഷ്യനെ ദൈവമുണ്ടാക്കിയതല്ല, കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന് അച്ചടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അത് ഉച്ചത്തിൽ പഠിപ്പിക്കുവാൻ മലപ്പുറം ജില്ലയിലെ സയൻസ് അധ്യാപകർക്ക് സാധിക്കുന്നില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് മലപ്പുറക്കാർ വിശ്വസിക്കുന്നതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുവാൻ മലപ്പുറത്തെ ശാസ്ത്രകാരന്മാർക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിൽ സൗദി അറേബ്യൻ ആശയങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച ഒരു ആൾക്കൂട്ടമായി മലപ്പുറക്കാരെ കാണേണ്ടി വരും. ശാസ്ത്രീയമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു സമീപനം മലപ്പുറത്തെ സയൻസ് അധ്യാപകർക്ക് മുന്നോട്ട് വെക്കാൻ ധൈര്യമില്ല. കാരണം മദ്രസ അധ്യാപകർക്ക് ശമ്പളം കുറവാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും അംഗീകരിക്കുവാനും ധാരാളം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ സ്കൂളുകളിലെ സയൻസ് അധ്യാപകർ തങ്ങളുടെ ഇടതുപക്ഷ ആശയങ്ങളും ലിബറൽ ആശയങ്ങളും ഭാര്യയോടും കുട്ടികളോടും മാത്രം സംസാരിക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ മലപ്പുറത്ത് മുതലാളിത്തത്തിന് നല്ല സ്വീകാര്യതയും അംഗീകാരവുമുണ്ട് എന്നുള്ളതുകൊണ്ട് സാമ്പത്തികമായി വൻ വളർച്ച നേടുന്ന ആദ്യത്തെ കേരളത്തിലെ ജില്ല മലപ്പുറം തന്നെയായിരിക്കും. പിന്നീട് എല്ലാ ജില്ലകളും ഇത് പകർത്തുമെങ്കിലും അപ്പോഴേക്കും അവസരങ്ങൾ വളരെ കുറയുകയും മലപ്പുറക്കാർ മറ്റെല്ലാ ജില്ലകളെക്കാൾ മീതെ എത്തുകയും ചെയ്യും. അതുകൊണ്ട് മുതലാളിത്തത്തിൻ്റെ ഗുണങ്ങൾ കേരളത്തിൽ എല്ലാവരും മനസ്സിലാക്കുകയും മലപ്പുറക്കാരെ കണ്ടുപഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളം ഒരു സമ്പൽ സമൃദ്ധമായ സംസ്ഥാനമായി മാറുകയും അറേബ്യൻ രാജ്യങ്ങളിൽ പോയി ജീവിക്കേണ്ട ആവശ്യം ഇല്ലാതാവുകയും ചെയ്യും.